സ്ത്രീകളെ പൂച്ചകളോടാണ് ഞാൻ എപ്പോഴും ഉപമിക്കാറ്. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? പൂച്ചയുടെ പ്രത്യേകത എന്താ? പൂച്ച ഇപ്പൊ തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മൾ തഴുകി തലോടി കഴിഞ്ഞാൽ അത് എന്റെ അടുത്തിരുത്തും. കുറച്ച് റോഹന്റെ അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ കുറച്ച് പാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ട് വരും. സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻസി ഒന്നുമില്ല. ആരാണോ തഴുകണേ അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. സ്ത്രീക്ക് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരുഷനേക്കാൾ ഒരു പടി കുറവാണ്. ആരാണോ തഴുകുന്നത്, ആരാണോ പാമ്പർ ചെയ്യുന്നത്, ആരാണോ ഒലിപ്പിക്കുന്നത് അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. ഇവരുടെ ഒരു വീഡിയോ പല രീതിയിൽ എൻ്റെ ഫീഡിൽ കയറി വരാറുണ്ട്. എനിക്ക് പുള്ളിക്കാരി ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ പുള്ളിക്കാരി പല കാര്യങ്ങൾ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് സയൻറ്റിഫിക്കലി ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് അവിഹിതം ഇസ് ഫൈൻ എന്ന്. ഈ അവിഹിതം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ മാരിഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കണതിന് പകരം നമ്മൾ അവിധത്തിലേക്ക് പോവുകയാണ്. ഒരു പാർട്ട്ണറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിന് എന്ത് റൊമാൻറ്റിക് പേര് നമ്മൾ സജസ്റ്റ് ചെയ്താലും വേറൊരു പാർട്ട്ണറിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് വേറൊരു പ്രശ്നം കൂട്ടിവെക്കുക എന്നുള്ളതല്ലാതെ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു സൊല്യൂഷനും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ഇങ്ങനെയാണെന്ന്. അവരെവിടുന്നാണോ ഇതൊക്കെ വായിച്ച് കണ്ടുപിടിക്കണതെന്ന് ഒന്നും അറിയില്ല. ഇനി ആ വീഡിയോസ് കണ്ടിട്ട് ഇതാണ് പെണ്ണ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് ഇടുന്നത്. ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഒരു സ്ത്രീകളെക്കുറിച്ചും ഇപ്പം കെവിൻ്റെ നീതു കേരളത്തിലുള്ളൊരു പെൺകുട്ടിയാണ് അല്ലേ, കഷായം ഗ്രീഷ്മയും അതേ കേരളത്തിലുള്ളൊരു പെൺകുട്ടിയാണ്. സൈക്കോളജിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ ഗ്രൂപ്പ് എന്നാണ്. പട്ടാളക്കാരുടെ ഭാര്യമാരെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗൾഫുകാരുടെ ഭാര്യമാരെന്നുള്ള രീതിയിൽ അവരവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇല്ലേ? അതായത് ഒരു ന്യൂസിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു അമിതാഭ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പുള്ള ഒരു സ്ത്രീ അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു സോൾജറുടെ കാര്യം നമുക്കറിയാം, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഗൾഫുകാരുടെ കഷ്ടപ്പാടും അവരുടെ ആബ്സെൻസും ഒക്കെ ഇല്ലാണ്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ആത്മാർത്ഥതയില്ല, അവരിങ്ങനെയാണ്, പുരുഷന്മാരിങ്ങനെയാണ്. അത് ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഓരോ വ്യക്തികളും ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്. എല്ലാ ഭർത്താക്കന്മാരും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരാണെന്ന് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവരല്ല വേറെ ആരൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഓരോ വ്യക്തിയും വ്യത്യസ്തതയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് വ്യക്തി എന്ന് തന്നെ പറയുന്നത്. എവ്രി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ പെരുമാറുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ സെയിം സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ പെരുമാറുന്നത്. നമ്മൾ ഈ പരസ്പര ബന്ധമില്ലാതെ സ്ത്രീകളെല്ലാവരും ഇങ്ങനെയാണ്, പുരുഷന്മാരെല്ലാവരും ഇങ്ങനെയാണ് 100% ഉറപ്പാണ്. ഏത് സ്ത്രീകളും ഏത് സാഹചര്യം ഈ ഒരു സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ പെരുമാറുള്ളൂ എന്നൊന്നും പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. ഒരു മനുഷ്യനും ഒരു 10-75 വർഷമുള്ള ഒരു സൈക്കോളജിസ്റ്റിന് പോലും ഓരോ ദിവസവും ചിലപ്പോൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് വരും. സോ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായി തോന്നിയ ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാനൊരു രസം ഉണ്ടാവും. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ഇൻസ്റ്റഗ്രാം പോലുള്ളൊരു പ്ലാറ്റ്ഫോമിലും യൂട്യൂബ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിലും അതിൻ്റെ താഴെ വേറെ ചിലവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി അങ്ങനെയാണെന്ന് വെച്ചിട്ട് അതുപോലെ എല്ലാവരും അല്ല. അവരെ വ്യക്തിഹത്യ ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ചെറിയ കുട്ടികൾ കേട്ട് ഇൻസ്പയർഡ് ആവും, മാസ്സാവാൻ ശ്രമിക്കുന്ന കുട്ടികൾ കേട്ടിട്ട് അത് പെൺകുട്ടികളും ആൺകുട്ടികളും കേട്ടിട്ട്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഇന്ന രീതിയിലാണ്, സ്ത്രീകൾ കംപ്ലീറ്റ്ലി ചീത്തയാണ്, പുരുഷന്മാർ കംപ്ലീറ്റ്ലി ചീത്തയാണ്, ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർ 2 സെക്ഷനിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് സംസാരിക്കുന്നത്, നമ്മൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത രീതിയിൽ, പ്രായം കൊണ്ട് ഒരാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല, പ്രായം കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ മാറ്റി വെച്ച് നമുക്ക്
എന്താ പറയുക, നമുക്ക് നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവരോട് എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കാനും നമുക്ക് പഠിക്കാം. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.